തിരുവനന്തപുരം കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശി നന്ദകുമാറാണ് മരിച്ചത്. നഗരൂർ റോഡിൽ ചൂട്ടയിൽ ജുമാ മസ്ജിദിന് സമീപത്താണ് അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇത് ഏതാണ് ഈ വാഹനമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ സലീം? ഉന്മേഷ്, ഈ വാഹനം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊരു വാഹനം ഈ ഇടിച്ചു നിർത്തി വഴിയിൽ കിടക്കുന്ന ഈ നന്ദകുമാറിനെ നോക്കുകയും തട്ടി നോക്കുകയും അതിനുശേഷം അനക്കമില്ല എന്ന് കണ്ട് തിരികെ കാറിലേക്ക് പോയി കയറി പോകുന്നതുമുണ്ട്. അത് പുറകെ വന്ന കാറിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ നടു റോഡിൽ തിരുവനന്തപുരം കിളിമാനൂരിലെ പ്രധാനപ്പെട്ട റോഡാണ്. കനത്ത മഴയുള്ള സമയമായിരുന്നു. അവിടെയാണ് ഈ ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശി നന്ദകുമാറാണ് മരിച്ചത്. കിളിമാനൂർ നഗരൂർ റോഡ് വലിയ തിരക്കുള്ള റോഡാണ്. പക്ഷേ മഴയായതിനാൽ ആ സമയത്ത് വലിയ നിലയിലുള്ള വാഹനങ്ങളൊന്നും ആ ഘട്ടത്തിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇടിച്ച വാഹനത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി റോഡിൽ കിടന്ന നന്ദകുമാറിനെ തട്ടി വിളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഈ ഫോൺ കൂടി ചെയ്തുകൊണ്ടാണ്, ഈ കാറിലിരിക്കുന്നവരെ ആകാം, ഫോൺ ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി ഇടിച്ചിട്ടതിന് ശേഷം തട്ടി വിളിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ അനക്കമില്ല എന്ന് അറിഞ്ഞതോടുകൂടി തിരികെ വാഹനത്തിൽ കയറി കടന്നു കളയുകയായിരുന്നു. ആരാണ് ഇടിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. പക്ഷേ പോലീസ് ഉടൻ തന്നെ കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഈ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ ട്രേസ് ചെയ്ത് ആരൊക്കെയാണ് ആ വണ്ടിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ പരിക്കേറ്റ നന്ദകുമാറിനെ അവിടെയുള്ളവർ ചേർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇതേ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ ക്രൂരത നടുറോഡിൽ ഈ പെരുമഴ സമയത്ത് ഒരു വലിയ ക്രൂരത തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. 55-കാരനാണ് കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശിയായ നന്ദകുമാർ. നഗരൂർ റോഡിൽ തന്നെ ചൂട്ടയിൽ ജുമാ മസ്ജിദിന് സമീപമാണ് ഈ അപകടം നടന്നത്. കാൽനടയായി വരികയായിരുന്നു നന്ദകുമാർ. അതിനിടയിലാണ് നഗരൂർ ഭാഗത്തേക്ക് വന്ന ഒരു ചുവന്ന കളറിലുള്ള വാഹനം നന്ദകുമാറിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. നിലവിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ഈ പിന്നിൽ വന്ന വാഹനത്തിലെ ദൃശ്യങ്ങൾ, അതിലുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളാണല്ലോ അല്ലേ ഇത് സലീം? പിന്നിൽ വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന CCTVയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരം തന്നെ അവർ ഈ ദൃശ്യങ്ങൾ ഇത് ശേഖരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ തന്നെയാണ് ആളെ വിളിച്ചു കൂട്ടുകയും ഒപ്പം അവിടെ നിന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ നന്ദകുമാറിനെ എത്തിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പോലീസും പിന്നാലെ സ്ഥലത്തെത്തി പ്രദേശത്ത് ഈ വാഹനം കടന്നു പോകുന്ന റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് കണ്ടതിന് ശേഷം കനത്ത മഴയായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളിൽ പോലും വ്യക്തതക്കുറവുണ്ട്. പ്രത്യേകിച്ചും ഇരുട്ടും ഒപ്പം തന്നെ വലിയ മഴയെ തുടർന്നുള്ള വ്യക്തതക്കുറവുമുണ്ട്. അതെല്ലാം ശേഖരിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ഈ വാഹനം ഇടിച്ച വാഹനം ഏതെന്ന് കണ്ടെത്താൻ കഴിയുകയും ആ പ്രതികളെയും കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടായത്.